അഥവാ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ജയിലിൽ പോയാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ മോക്കൊരു പോറൽ പോലും ഏൽക്കാതെ നീ നോക്കിക്കോണം. ഏട്ടത്തി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനു മുൻപ് നമുക്ക് മുൻകൂർ ജാമ്യം കിട്ടും. എന്റെ മോളുടെ സർജറിക്ക് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നോളാം. സാറ് അതിനുള്ള അനുവാദം തന്നാ മതി. പ്ലീസ് സാർ. തൽക്കാലം അയാൾ ഇവിടെ നിന്നോട്ടെ. ഒരു പ്രശ്നം ഉണ്ടാവും, ഞാൻ നോക്കിക്കോളാം. ഇവനെന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നത്? ഇതെനിക്കെങ്ങനെ അറിയാം? ഇയാളുടെ ഭ്രാന്തി ഇതുവരെ മാറിയില്ലേ? കുട്ടിയുടെ ഫാദറും മദറും ഒന്ന് ഇതിൽ സൈൻ ചെയ്യണം. സർജറിക്കുള്ള സമ്മതപത്രമാണ്. ഓക്കെ. സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് കരുതി ഒന്നും പേടിക്കാനില്ല. ഇതൊരു യൂഷ്വൽ പ്രൊസീജിയർ മാത്രമാണ്. ഡോക്ടറിന്റെ മോള്, അവളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഗൗരി മോളെ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ധൈര്യമായിട്ടിരിക്കൂ. മൂർത്തി എവിടെ? അയാള് വീണ്ടും പോലീസ് കസ്റ്റഡിയിലായി. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് വക്കീലിന്റെ കൂടെ ഞങ്ങൾ കാറിൽ കയറി പുറത്തെ റോഡിലെത്തുമ്പോ ആ രാജീവ് പോലീസ് ജീപ്പോട്ട് കുറുകെ ഇട്ടു. പിന്നെ അയാളുടെ ഒരു ഷോ ആയിരുന്നു. വണ്ടിയിൽ നിന്ന് മൂർത്തിയെ ബലമായിട്ട് പിടിച്ചിറക്കി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി.
ജാമ്യം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ മൂർത്തി രാജീവ് കൊണ്ടുപോയത്? രാജീവിനെ പെട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസില്ലേ, ആ കേസിൽ ചോദ്യം ചെയ്യാനാണ് മൂർത്തി കൊണ്ടുപോകുന്നാ പറഞ്ഞേ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മാഡം, അയാൾ മനഃപൂർവ്വം മാഡത്തിനെ ദ്രോഹിക്കുകയാണ്. സുഗതൻ മേനോന്റെയൊക്കെ പിന്നിൽ അയാളാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് മൂർത്തിയെ ജാമ്യത്തിൽ ഇറക്കണം. ഒരു ദിവസം പോലും പോലീസ് കസ്റ്റഡിയിലോ റിമാൻഡിലോ ആവാൻ പാടില്ല. വക്കീലിനോട് ജാമ്യത്തിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്ന് അയാൾ പറഞ്ഞ. ചോദ്യം ചെയ്തിട്ട് സ്വന്തം ജാമ്യത്തിലങ്ങ് വിട്ടേക്കാന്ന്. വക്കീലെ, രാജീവിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ കുരുക്കാനുള്ള ട്രാപ്പ് അയാൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതോ 2 ഗുണ്ടകളെ കസ്റ്റഡിയിൽ വെച്ച് മൂർത്തിക്കെതിരെ സാക്ഷി പറയിപ്പിച്ച് ഇപ്പൊ അയാൾ മൂർത്തിയും കസ്റ്റഡിയിലെടുത്തു. ഇനി അയാളുടെ ലക്ഷ്യം ഞാനാ. ഇന്ന് തന്നെ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യണം. മാഡം ധൈര്യമായിട്ടിരിക്കണം മാഡം. ആൻറ്റിസിപ്പേറ്ററി ബെയിലിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ഉടനെ തന്നെ ചെയ്യാം. സന്ദീപേ, അഥവാ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ജയിലിൽ പോയാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ മോക്കൊരു പോറൽ പോലും ഏൽക്കാതെ നീ നോക്കിക്കോണം. എടുത്തി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനു മുൻപ് നമുക്ക് മുൻകൂർ ജാമ്യം കിട്ടും. ഇനി അതല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ചിപ്പിമോളം ഞാൻ നോക്കിക്കോളാം. മാഡത്തിന്റെ ശത്രുപക്ഷത്ത് നിർത്താൻ പറ്റുന്ന എല്ലാവരെയും രാജീവ് 1, 2, 3 എന്ന് നമ്പറിട്ട് കൊണ്ടുവന്നു. ആ പെണ്ണും പിള്ളയുടെയും മകളുടെയും കരച്ചിലിന് മുമ്പിൽ മാഡം വീഴുമെന്ന് അയാൾ കണക്കൂട്ടിയത് ശരിയായി. അവരുടെ പ്ലാൻ അനുസരിച്ച് തന്നെ അവർ സന്ദീപിനെയും മൂർത്തി അറസ്റ്റും ചെയ്ത് മാഡത്തിനെതിരെയുള്ള തെളിവും ഉണ്ടാക്കി. ഇപ്പതാ മൂർത്തിയെ വീണ്ടും കൊണ്ടുപോയി. ഒരു ക്രിമിനൽ പോലീസുകാരന്റെ ബുദ്ധി രാജീവ് നല്ലതുപോലെ ഉപയോഗിച്ചു. അവന്തികയുടെ യഥാർത്ഥ മുഖം ആ പോലീസുകാരൻ രാജീവ് കണ്ടിട്ടില്ല. ഇവിടെയൊന്നും ഞാൻ തോൽക്കില്ല വക്കീലെ. നിങ്ങൾ നോക്കിക്കോ. ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് മരണക്കളിയായിരിക്കും. എന്നാലും ആ അമ്മായിയും മോളും കൈവിട്ടു പോയത് കഷ്ടമായി പോയി. ഓന്തോടിയാൽ വേലി വരെ എന്നല്ലേ പ്രമാണം. ഞാൻ കെട്ടിയ വേലിക്കപ്പുറം അവര് പോകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ സുഗതൻ മേനോൻ, എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തി അയാൾ കോടതിയിൽ എത്തുന്നതിൽ നിന്ന് തടയണം. എഴുതി പേടിക്കണ്ട. സുഗതമേനോന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. എന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടാലും ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. സുഗതൻ മേനോൻ, ഇയാള് അമ്മാവന്റെ ആരാണെന്ന് എനിക്കറിയണം. അമ്മാവനുമായി അയാൾക്ക് എന്തോ അടുത്ത ബന്ധമുണ്ട്. അല്ലാതെ വെറും ഒരു സുഹൃത്ത് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ല. സന്ദീപേ, സുഗതൻ മേനോൻ രക്ഷപ്പെടരുത്. അയാളെ കെട്ടിപ്പൂട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. എന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും.